പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പലസ്തീൻ്റെയും വെനസ്വേലയുടെയും സമകാലീന അനുഭവങ്ങൾക്കൊപ്പം മേലുള്ള പുതിയ തരത്തിലുള്ള അതിക്രമങ്ങൾക്കൊപ്പം തന്നെ ഇറാൻ്റെ മേലും അതിന് ഒപ്പം തന്നെ ക്യൂബയുടെ മേലുമൊക്കെ പുതിയ അധിനിവേശത്തിൻ്റെയും ഒക്കെ നിഴൽ വന്നിരിക്കുകയാണ്. വേറൊരു കാലഘട്ടത്തിൽ പറഞ്ഞ പോലെ ഇതിനൊരു കൊളോണിയലിസത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ അധിനിവേശമെങ്കിൽ അതിനും വളരെ പണ്ട് മുതലേയുള്ള നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ രൂപപ്പെട്ട പല കാര്യങ്ങളുടെയും തിരിച്ചടിയലും കൂടെയാണ് ഇവയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സാമ്പത്തികമായ ഒരു വിഭവ ചൂഷണത്തിന് വേണ്ടിയും പ്രദേശങ്ങളെ കീഴടക്കാനുമാണ് എന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പാദന ഉപാധികളെയും വസ്തുക്കളെയൊക്കെ കീഴടക്കുക എന്ന തന്ത്രത്തിൻ്റെയും അതിനു വേണ്ടിയാണ് കൊളോണിയൽ ആധിപത്യം നിലനിൽക്കുന്നത് എന്നുള്ളത് സത്യമായ കാര്യമാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെയാണ് മിക്കവാറും അധിനിവേശം നടക്കാറുള്ളത്. സാമ്പത്തിക വ്യവസ്ഥ അവരുടെ റിച്ചാവുക, അവർ വീണ്ടും വീണ്ടും മുതലാളിത്തത്തിൻ്റെ വലിയ വികാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അധിനിവേശം നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു പുരോഗമനം, ഒരു അപരവൽക്കരണമുണ്ട്, മൃഗവൽക്കരണമുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരു ജനത, അതായത് യൂറോപ്പിനും അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു മനോഭാവത്തിനപ്പുറം നിൽക്കുന്ന, അവിടെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ജനവിഭാഗങ്ങളെ മൃഗവൽക്കരിക്കുകയോ പിശാചുവൽക്കരിക്കുകയോ ചെയ്യുന്ന ഒരു വലിയൊരു എന്നാ പറയുക, ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ഒരു ക്രിസ്ത്യൻ വേൾഡിൻ്റെ ഒരു സംസ്ഥാപനമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മൃഗവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് കാരണം പറയുന്നത്, ഒന്ന് കൊളോണിയലിസ്റ്റുകൾ 18-ാം നൂറ്റാണ്ട് അല്ല 16-ാം നൂറ്റാണ്ട് മുതലാണ് വിവിധ നമ്മുടെയൊക്കെ രാജ്യങ്ങളിലേക്കും അറബ് രാജ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവരൊന്ന് നമ്മളെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനായിട്ടാണ് ഒന്ന് അവർ ചെയ്തിരുന്നത്. രണ്ട്, പുരോഗമനം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പുരോഗമനത്തിൻ്റെ വളർച്ചയും ആത്മാവിൻ്റെ ശുദ്ധീകരണം. നമുക്ക് അപരിഷ്കൃതമാണ് നമ്മളുടെ ദൈവവിശ്വാസങ്ങൾ, നമ്മുടെ സാംസ്കാരിക അവബോധങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സദാചാര കൽപ്പനകളൊക്കെ അപരിഷ്കൃതവും മോശവുമാണ്. നമ്മളുടെ കുട്ടികളെ വളർത്തുന്ന രീതി, അതുകൊണ്ട് നമ്മുടെ രീതി നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും, സമ്പ്രദായങ്ങൾ, കൃഷി അടക്കമുള്ള സമ്പ്രദായങ്ങൾ, എല്ലാ തരത്തിലുള്ള സമ്പ്രദായങ്ങൾ അപരിഷ്കൃതമാണെന്നും അതിനെ നവീകരിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ വലിയൊരു ആത്മീയ തലം. അതാണ്. അതുകൊണ്ട് തന്നെ പുരോഗമതിക്ക് വേണ്ടിയുള്ള എന്തും ന്യായീകരിക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ ഒരു ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന നവലോകക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഐഡിയ. അതുകൊണ്ട് തന്നെ ഇപ്പം ഇറാനിലേക്ക് ഇവർ പുതിയൊരു യുദ്ധമുറ തുറക്കുമ്പോൾ അത് വിഭവങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു പാവ ഗവൺമെൻറ്റിനെ പുതിയതായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടെങ്കിൽ പലതരത്തിലുള്ളതാണ്. അവിടുത്തെ സ്ത്രീകളുടെ മേലുള്ള പീഡനങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് പീഡനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പീഡനമാക്കി മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ദേശീയതകളുടെ അടിച്ചമർത്തൽ എന്ന് പറയുന്ന പല കാരണങ്ങൾ പറയുമ്പോഴും അതൊരു അപരിഷ്കൃതാവസ്ഥയാണ്. അവരുടെ അപരിഷ്കൃതാവസ്ഥയെ നമ്മൾ പരിഷ്കാരം കൊണ്ട് പുരോഗമനത്തിനകത്തേക്ക് കൊണ്ടുവരികയാണെന്നുള്ള, പുരോഗമന സമുദായങ്ങളാക്കി മാറ്റാനുള്ള പരിവർത്തനം എന്നുള്ളതിൻ്റെ പേരിൽ ഹിംസകൾ ന്യായീകരിക്കപ്പെടുകയാണ് ഇതിൻ്റെ പലപ്പോഴും ഓർഡറുകൾ. ഇതിനു വേണ്ടി എന്തു ചെയ്യും? നമ്മളെപ്പോലുള്ള രാജ്യങ്ങളും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലെ തന്നെ പലതരമുള്ള ഇപ്പോഴത്തെ ഇസ്ലാമിക പ്രദേശങ്ങൾ എന്ന് പറയുന്ന ഈ ഫാറിസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രാജ്യങ്ങൾ, പൂർവേഷ്യൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ, ഇവയൊക്കെ അപരിഷ്കൃതരുടെ ഇടങ്ങളാണെന്ന് മാത്രമല്ല, മോൺസ്റ്റേഴ്സ് അല്ലേ മൃഗങ്ങൾ, രാക്ഷസന്മാരുടെയോ മൃഗങ്ങളുടെയോ ഉരുകങ്ങളുടെയോ നാടാണെന്നുള്ളൊരു സങ്കല്പം കൂടിയാണ് ഉള്ളത്. ഈ സങ്കല്പങ്ങളുണ്ടായത് പൂർണ്ണമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കുരിശ് യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്നുള്ള കാലത്തുള്ള ക്രിസ്ത്യൻ വ്യവഹാരങ്ങളുടെ അകത്താണ്. അതായത് കുരിശ് യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒപ്പോസിഷൻസ് ഉണ്ട്. പലതരത്തിലുള്ള ഇസ്ലാമിക വേൾഡുമായിട്ടോ അല്ലെങ്കിൽ അറബ് വേൾഡും ക്രിസ്ത്യൻ വേൾഡിൻ്റെ ഒരു എതിർപ്പുകളും തമ്മിലുള്ള വലിയ റെക്കോർഡുകളുണ്ട്. ഈ റെക്കോർഡുകളെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. പലപ്പോഴും കൊളോണിയലിസം ചെയ്തത് ഭീകരവൽക്കരണം നടത്തുന്നത്, അല്ല മൃഗവൽക്കരണം നടത്തുന്നത് ക്രിസ്ത്യൻ
മിത്തോളജിയിൽ നിന്ന് പുനഃസ്ഥാപനം ചെയ്തിട്ടുള്ള ഇമാജിനേഷനാണ്. നരക ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് ഇത് പലപ്പോഴും ഉപയോഗിച്ചത്. ഇതിപ്പോഴത്തെ ഇപ്പം നടക്കുന്ന എല്ലാ വാറിലും നിരന്തരമായിട്ട് ആവർത്തിക്കുന്നുണ്ട്. ഇപ്പം അമേരിക്കയുടെ ജനറൽമാരും ബ്രിട്ടീഷ് ജനറൽമാരും ഒക്കെ കൂടി ഇറാൻ യുദ്ധം നടത്തി കഴിയുമ്പോഴത്തേന് അവിടെ കംപ്ലീറ്റ് അവർ പറയുന്ന അവരുടെ മിലിറ്ററി ജേർണലുകളിൽ ഉപയോഗിക്കപ്പെടുന്ന കുറ്റപ്പെടുത്തൽ, അതായത് ഇറാനെ പറ്റിയും സദാം ഹുസൈനെ പറ്റിയൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇറാനിയൻ ജനതയെ പറ്റിയോ ഇറാനിൽ നടന്ന റവല്യൂഷനെ പറ്റിയോ ഇറാഖിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ സംവിധാനത്തെ പറ്റിയൊക്കെ അവർ ഉപയോഗിക്കുന്ന ഇമാജിനേഷൻസ് പൂർണ്ണമായിട്ട് അത് പഴയ 18ാം കൊളോണിസത്തിൻ്റെ ആദ്യകാലത്ത് രൂപപ്പെട്ട ഒരു മിത്തോളജി ആയിട്ട് അതിന് ബന്ധമുണ്ടെന്നുള്ളതാണ് സത്യം. നമുക്ക് സൂക്ഷ്മമായിട്ട് വായിച്ച അന്നേരം തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് ഇങ്ങനെ കിടക്കുന്നൊരു മൃഗവൽക്കരണത്തിൻ്റെ. അതുകൊണ്ട് അതായത് നമുക്ക് മൃഗവൽക്കരിച്ചവരാണ്, നമുക്കൊന്നുമില്ല, അവർക്കാണ് എല്ലാം ഉള്ളത്. അല്ല, അവരിലേക്ക് നമ്മൾ എത്തുന്നതിലാണ് ജനാധിപത്യം, പുരോഗതി. മാത്രമല്ല എല്ലാം കണ്ടുപിടിച്ചവരാണ്. അതായത് ആദ്യം വർഗ സമുദായം, നഗരരാഷ്ട്രങ്ങൾ, ആധുനിക സമൂഹത്തെ ചലിപ്പിക്കുന്ന ജനാധിപത്യം, വർഗ സമരങ്ങൾ, കമ്മ്യൂണിസം, ഇതുപോലത്തെ സമൂഹത്തെ ചലിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചത് അവരാണെന്നും ആ കണ്ടുപിടിച്ചത് ഇട്ട് അത് സ്ഥാപിക്കാനായിട്ടൊരു ഒരു സ്വാഭാവിക അധികാരമുണ്ടെന്നുള്ളതാണ് കൊളോണിയൽ പദ്ധതിയുടെ ഒരു ഭാഗം. അതുകൊണ്ടാണ് അതാണ് ആൻറ്റി കൊളോണിയൽ വിരുദ്ധ വാറിനെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ അധിനിവേശ വിരുദ്ധരായിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മേലുള്ള മൃഗവൽക്കരണം നമുക്ക് താങ്ങാൻ മേലാത്തതുകൊണ്ടാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെനിസ്വേലിയൻ പ്രസിഡൻറ്റിനെ പിടിച്ചുകൊണ്ട് പോകുന്ന നാർക്കോട്ടിക് ലോ പ്രകാരം, അമേരിക്കയുടെ നാർക്കോട്ടിക് ലോ പ്രകാരം പിടിച്ചുകൊണ്ട് പോയി, തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുപോയി അമേരിക്കയുടെ ഇതിലേക്ക് ഒരു കോർട്ടിൽ കൊണ്ട് വിചാരണ ചെയ്ത് മിക്കവാറും വധശിക്ഷയ്ക്ക് വിധിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. 10-60 വർഷം തടവൊക്കെ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇതിന് അവർക്കൊരു സാങ്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർക്ക് കഴിയുന്നതിന് കാരണങ്ങളിലൊന്ന് ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ വളരെ ശക്തമായ രീതിയിൽ ഒരു വലിയൊരു ആത്മീയമായ ഒരു സമൂഹത്തെ അവരുടേതായ ഐഡിയ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പം കേരളത്തിൽ തന്നെ നോക്കുക, ഒരു അധിനിവേശ ചിന്ത എന്ന് പറഞ്ഞ 60, 70, 80 വരെയും ഒരു അധിനിവേശ വിരുദ്ധ ചിന്ത കേരള സമൂഹത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇടതുപക്ഷ അടക്കമുള്ളവർ പാലസ്തീൻ പ്രശ്നത്തിൽ വളരെ അമാന്തിച്ചൊരു നിലപാടെടുക്കുകയും പലരും പാലസ്തീൻ ആക്രമണത്തിന് വന്നപ്പോഴത്തേന് നേരിട്ട് തന്നെ പാലസ്തീന് വിരുദ്ധമായിട്ട്, അതായത് ഹമാസ് എന്ന് പറയുന്ന ദുർഭൂതത്തെപ്പറ്റി അല്ലെങ്കിൽ പിശാചുവൽക്കരിക്കപ്പെട്ട ഒരു സംഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന അധിനിവേശത്തെ സാങ്ഷൻ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇറാഖിലും അത് തന്നെയാണ് നടക്കുന്നത്, ഇറാനിലും അത് തന്നെയാണ് നടക്കുന്നത്. അവിടെ നടക്കുന്ന ഖൊമൈനിയുടെ ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മയും അത് മതപരമായി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പുരോഗമനയ്ക്ക് വിരുദ്ധമാണ്. അല്ലെ, ആധുനിക പുരോഗമതി എന്ന് പറയുന്ന പുരോഗമനം എന്ന് പറയുന്നതിന് വിരുദ്ധമായൊരു സ്ഥാപനമാണ് അവിടുത്തെ നിലനിൽക്കുന്ന ഗവൺമെൻറ് എന്നതുകൊണ്ട് തന്നെ അവർക്ക് നടക്കുന്ന പുതിയ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഒരു പാവ ഭരണകൂടത്തെ സ്ഥാപിച്ചുകൊണ്ട് ആ ഭരണകൂടത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ കയറുകൊണ്ട് ക്യൂബയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ സാങ്ഷൻ ചെയ്യുന്ന രീതിയിൽ അതിശക്തമായൊരു പൊതുബോധം നമുക്ക് അകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് കേരള സമൂഹത്തിനകത്ത്. അതിന് കാരണം ഞാൻ പറഞ്ഞത്, അതിൻ്റെ പിന്നിൽ കിടക്കുന്നത് നേരിട്ടുള്ള ആശയങ്ങളോടുള്ള ആശയപരമായിട്ട് പണ്ട് കാലത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ യുദ്ധകാലത്ത് ഉണ്ടായിരുന്ന എന്താണ് കമ്മ്യൂണിസവും അല്ലാത്ത സമൂഹങ്ങളും അല്ലാത്തതും തമ്മിലുള്ള വൈരുദ്ധ്യമായിരുന്നെങ്കിൽ ഇന്ന് കമ്മ്യൂണിസം ഒരു വൈരുദ്ധ്യമല്ല, കമ്മ്യൂണിസമല്ല ഒരു ചൂണ്ടിക്കാണുന്ന ഒരു കഥാപറച്ചിൽ മാത്രമാണ് കമ്മ്യൂണിസം. പക്ഷേ അതിനും അപ്പുറം ഈ വളരെ ശക്തമായ ക്രൈസ്തവ മതചിഹ്നങ്ങളിലൂടെയുള്ള പിശാചുവൽക്കരണം ശക്തമായിരിക്കുകയും മനുഷ്യപദവി തന്നെ ഈ ജനവിഭാഗങ്ങൾക്കില്ലെന്ന് വരുത്തുന്ന ഒരു മണ്ഡലം രൂപപ്പെട്ടിട്ടുണ്ട്, ഒരു പ്രചരണ മണ്ഡലം രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിലൂടെയൊക്കെ നമ്മൾ കാണപ്പെടുത്തുന്ന ആധുനികമായിട്ടുള്ള വളരെ വിവരസാങ്കേതിക അതിശക്തമായ കാലത്ത് നമുക്ക് അതിശക്തമായിട്ടുള്ള ഈ ബിബ്ലിക്കൽ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മതാത്മക ക്രൈസ്തവ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള
പിശാചുവൽക്കരണങ്ങളെ നമ്മൾ കാണാൻ കഴിയും. ഈ പിശാചുവൽക്കരണത്തിൻ്റെ പിന്തുണയുള്ളത് കൊണ്ടും കൂടെയാണ് പലപ്പോഴും അമേരിക്ക നടക്കുന്ന അല്ലെങ്കിൽ പുതുമുതലാളിത്തത്തിൻ്റെ സവിശേഷമായ മർദ്ദനങ്ങൾ, അക്രമങ്ങൾ പലപ്പോഴും അദൃശ്യമായി പോകാനുള്ള കാരണങ്ങളൊന്നും ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പലപ്പോഴും ഫ്രാൻസ് ഫാനൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ എഴുതുകയാണ്, വായിക്കുകയാണ് ഇവിടെ. അധിനിവേശകർ പലപ്പോഴും തദ്ദേശീയരെപ്പറ്റി സൂചിപ്പിക്കുന്നത് മൃഗനാമം കൊണ്ടാണല്ലോ. അവർ തദ്ദേശീയരായ മഞ്ഞ നിറമുള്ള മനുഷ്യരെയോ തവിട്ട് നിറത്തുള്ള മനുഷ്യരുടെയോ ചലനങ്ങളെപ്പറ്റി പറയുമ്പോൾ പാമ്പ് പോലെ ഇഴയുന്ന തരത്തിലുള്ളതായിട്ടാണ് വർണ്ണിക്കുക. അവരുടെ ദുർഗന്ധം വമിക്കുന്ന വീടുകളെയും അതിനുള്ളിൽ പെറ്റുപെരുകുന്ന ആൾക്കാരെപ്പറ്റിയും അവരുടെ പെരുമാറ്റം പ്രായപൂർത്തിയില്ലാത്ത പരിഹാസ്യമായ ചേഷ്ടകളോടുകൂടിയുള്ളതാണെന്നും അവർ നിരന്തരമായി വർണ്ണിച്ചു കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള മൃഗീയമായ അവസ്ഥകളിൽ യൂറോപ്യന്മാരെയോ അമേരിക്കക്കാരെയോ വളരെ അപൂർവമായി മാത്രമേ അവർ വർണ്ണിക്കാറുള്ളൂ. ഇതിനർത്ഥം എന്താണ്? ഈ അർത്ഥങ്ങളിലെല്ലാം പലപ്പോഴും ഈ പറഞ്ഞ പോലെ കുരിശുയുദ്ധകാലത്തും അതിനു മുമ്പുള്ള ക്രിസ്ത്യൻ വേൾഡിൻ്റെ വികാസ കാലഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുള്ള പലതരത്തിലുള്ള മോൺസ്റ്ററുകളെ പറ്റിയോ പിശാചുകളെ പറ്റിയുള്ള ഭയപ്പാടുകൾ അതിസൂക്ഷ്മമായ ഒരുപാട് ലിറ്ററേച്ചറുകളായി ഇപ്പം വരുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് ഡാറ്റാവൽകൃത സമൂഹത്തിനകത്ത് നൂറുകണക്കിന് ഇതുപോലത്തെ ഈ വംശീയ ടെസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പണ്ട് വംശീയമായിട്ടുള്ള ടെസ്റ്റുകൾ വലിയ ലൈബ്രറികളിലാണ് ഇരുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അറിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ലൈബ്രറികൾ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ലൈബ്രറികൾ വളരെ സുലഭമായോടുകൂടി ഇവയെല്ലാം പലപ്പോഴും ഈ മതമായിട്ട്, ഇപ്പം കേരളത്തിൽ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും മതപരമായി പലപ്പോഴും ക്രിസ്തു മതത്തിൻ്റെ വ്യക്താക്കളാണെന്ന് പറയുന്ന കുറേ പേരും പലപ്പോഴും മുസ്ലിം പണ്ഡിതന്മാരെയും ചോദ്യം ചെയ്തുകൊണ്ട് വലിയ ഭയങ്കരമായ ഏറ്റുമുട്ടലാണ് എന്ന് പറയാം. അല്ലെ, ഏറ്റുമുട്ടലല്ല, കുറ്റപ്പെടുത്തലാണ് ഏറെക്കുറെ നടക്കുന്നു. ഇന്ന തരത്തിലുള്ള ടെസ്റ്റ്, ഇന്ന മറ്റേ ഹദീസ് ഇതുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ 7-ാം വയസ്സ് അങ്ങനെ ഒരുപാട് പ്രവാചകനെ ദുഷിപ്പിച്ചുകൊണ്ടും ഇസ്ലാമിനെ ദുഷിപ്പിച്ചുകൊണ്ടും ഭീകരമായ ടെസ്റ്റുകൾ, ആ ടെസ്റ്റുകൾ മുഴുവനും ഇപ്പം ലഭ്യമാത്രമല്ല, ഒരുപാട് പ്രസംഗികൾ, ഈ സുവിശേഷ പ്രസംഗികരൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ ഉണ്ടാക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് കേരളത്തിലാരാണ്? പലപ്പോഴും ഇസ്ലാം മതത്തിനെതിരെ വരുന്ന ഈ എതിർപ്പുകളെ, ഈ പ്രദേശങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത തവിട്ട് നിറമോ മഞ്ഞ നിറമോ ഇസ്ലാമിക വിശ്വാസികളോ ഒക്കെ ആയ അല്ല ഗോത്രീയ വിശ്വാസമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലമാണെന്നും പ്രതീക്ഷിക്കുന്നോണം. യുദ്ധം, അധിനിവേശമെന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു യൂറോപ്പിനകത്തല്ല നടക്കുന്നത്, അമേരിക്കയുടെ അകത്തല്ല. അവർ ഭീതി ഉൽപ്പാദിപ്പിക്കുക മാത്രമേ ഉള്ളൂ. മറിച്ച് ഭീതി, നമ്മുടെ യുദ്ധം നടക്കുക, അധിനിവേശം നടക്കുന്ന, കൊള്ളക്കൊടുക്കൽ നടക്കുക ഈ പ്രദേശങ്ങളാണ്. ഫാർ ഈസ്റ്റെന്നോ മിഡിൽ ഈസ്റ്റെന്നോ ഒക്കെ പറയുന്ന പ്രദേശങ്ങളും നമ്മളെപ്പോലുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത്. ഇവിടെ നടക്കുന്ന ഈ നിരന്തരമായ വേട്ടയാടലുകൾ, കൂട്ടക്കൊലകൾ, പ്രധാനപ്പെട്ട രാഷ്ട്രാധിപന്മാരെ തട്ടിക്കൊണ്ടുപോവുക. ഇപ്പോഴല്ല തുടർന്ന് അലണ്ടയെ തട്ടിക്കൊണ്ടുപോയി. ചിലിയയിൽ 1970-കളിൽ അലണ്ട എന്ന് പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി തട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ കാണാനില്ല. അക്കാലത്ത് തന്നെ നോബൽ പ്രൈസ് കിട്ടിയ കവിയായിരുന്നു പാബ്ലോ നെറൂദ തട്ടിക്കൊണ്ട് പോകപ്പെട്ടു, എവിടെയാണെന്ന് കാണുന്നില്ല. അതുപോലെ തന്നെ ഏഴോളം അക്കാലത്ത് 70-കളിൽ 7ഓളം ലാറ്റിൻ അമേരിക്കൻ പ്രസിഡന്റുമാരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അവരെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നെ മാത്രമല്ല ആ രാജ്യങ്ങളിലെല്ലാം പാവ ഭരണകൂടങ്ങൾ രൂപപ്പെട്ടത്. ഈ പാവ ഭരണകൂടങ്ങൾ എന്ത് ചെയ്തു? ആദ്യം ചെയ്ത എന്താണ്? ഈ രാജ്യങ്ങളിലെല്ലാം ആൻറ്റി കൊളോണിയലിസത്തിലൂടെ വികസിച്ച് വന്ന രാജ്യങ്ങളാണ്, അവിടെ വന്ന ഭരണകൂടങ്ങളാണ്. ഈ ഭരണകൂടങ്ങളെപ്പറ്റിയും അവിടുത്തെ ഭരണാധികാരികളെപ്പറ്റിയും പ്രത്യേകിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പുതിയതായിട്ട് ഉയർന്നു വന്ന ഭരണാധികാരികളൊക്കെ ഒരുതരം മൃഗങ്ങളായിട്ട്, അതായത് ഈദി അമീനെ പറ്റിയൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മനുഷ്യരെ തിന്നുന്നവരാണ്, 10-100 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ഒരുമിച്ച് പാർപ്പിക്കുന്നവരാണ്, വലിയ മാംസത്തീനികളായിട്ടും മൃഗവൽക്കരിച്ച മനുഷ്യരായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള വലിയ കൊളോണിയൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു.
പദ്ധതികളുണ്ടാവുന്നു, സാംസ്കാരികമായിട്ട് അവരെ അങ്ങനെ ചിത്രീകരിച്ചു കൊണ്ട് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യങ്ങളിലൊക്കെ അസ്ഥിരതയുണ്ടാകുകയും അസ്ഥിരതയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളാണ് അതിൻ്റെ കാരണങ്ങൾ എങ്കിൽ പോലും ഈ അസ്ഥിരതയുണ്ടാക്കാൻ അവർ ഉപയോഗിക്കുന്ന മെത്തേഡ് ഈ സാംസ്കാരികമായ ദുഷിപ്പിനെ പറ്റിയും മനുഷ്യവൽക്കരണത്തിന് വിരുദ്ധമാണ്. അവർ മനുഷ്യർക്കെതിരാണ്, അല്ലെ പുരോഗതിക്കെതിരാണ്, ചരിത്ര വികാസത്തിനെതിരായ മനുഷ്യരാണെന്നുള്ള രീതി അമ്മനെ പറ്റി പറയുന്നത് അങ്ങനെയാണല്ലോ. മനുഷ്യരെ ചുട്ടു തിന്നുക. പക്ഷേ അയാൾ വളരെ ഗൗരവപ്പെട്ട കക്ഷിയാണെന്നാണ് പലരും പറയുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ വംശമാംസം വെച്ചുകൊണ്ടിരിക്കുക, ശത്രുക്കളുടെ ഹൃദയം ഭക്ഷിക്കുന്ന ആൾ, അങ്ങനെ നരഭോജനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മൃഗവൽക്കരണവുമായി ബന്ധപ്പെടുത്തി ഈ പുതിയതായിട്ട് വികസിച്ച രാജ്യങ്ങളിൽ കൊളോണിയൽ വിരുദ്ധ സമരങ്ങളിലൂടെ അധികാരത്തിൽ വന്ന രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും അവരുടെ മേൽനോട്ടം കൊടുത്ത അവരെ അങ്ങനെ ഒരു ജനതയാക്കി, വിമോചിതരായ ജനതയാക്കി മാറ്റിയവരെ പറ്റിയുള്ള വലിയൊരു സാംസ്കാരിക യുദ്ധത്തിന് ശേഷമാണ് ഇവിടെ അസ്ഥിരമായ ഗവൺമെൻറ്റുകളും ഒരു പുതിയ തരത്തിലുള്ള പാവ ഗവൺമെൻറ്റുകളും രൂപപ്പെടുത്തിക്കൊണ്ട് കൊളോണിയൽ മുതലാളിത്തത്തിന് കയറി വന്നുകൊണ്ട് നേരെ വരാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിന് ശേഷം പിന്നീട് പറയുന്നുണ്ട്, ചിലിയിൽ അലണ്ടെ പോയതിന് ശേഷം എന്താണ് സംഭവിച്ചതിനെ പറ്റി ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ അതുവരെ ഉണ്ടായിരുന്ന സംസ്കാരം തന്നെ നിലപ്പതിച്ചു എന്നാണ് പറയുന്നത്. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഒബ്സീൻ സാധനങ്ങൾ അവിടെ ആ ഒരു രാജ്യം എന്ന നിലയിൽ അവർ പുലർത്തിയിരുന്ന എല്ലാ തരത്തിലുള്ള ഐഡൻറ്റിറ്റിയും കളഞ്ഞുകൊണ്ട് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഒബ്സീൻ സാധനങ്ങൾ കുത്തി നിറയ്ക്കുന്നൊരു സാധനം മാറ്റുകയും അവിടുത്തെ തദ്ദേശീയവും ആ ജനതയുടെ അകത്ത് രൂപപ്പെട്ട് എല്ലാത്തിനും തിരസ്കരിച്ചുകൊണ്ട് ഇവർ ഒരുതരം അവിടുത്തെ തദ്ദേശീയ ജനത ഒരുതരം എന്നാ പറഞ്ഞ സ്വയം നാട്ടിലെ സാംസ്കാരികമായിട്ടും വിഭവപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ അസാധ്യമായിക്കൊണ്ട് അഭയാർത്ഥികളാക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് ഇവിടെയൊക്കെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കൊളോണിയലിസം അല്ലെങ്കിൽ ആധുനിക ഇറാൻ്റെ മേലായ ഇറാഖിൻ്റെ മേലെ നടത്തിയ യുദ്ധത്തിന് ശേഷം വന്നതെന്താണ് നമുക്കറിയാം. അനിശ്ചിതത്വങ്ങൾ, ഒരു തരത്തിൽ മഹത്തായൊരു സംസ്കാരം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമായിരുന്നു ഇറാഖ് എന്ന് പറയുന്നത്. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം എന്നൊക്കെ പറയുന്ന ആധുനിക കാലത്തിൻ്റെ വികാസത്തെ, ആധുനികവും പഴയ കാലത്തിൻ്റെ വികാസത്തിൻ്റെ ഏറ്റവും നെടുന്തൂണായിരുന്ന, ഏറ്റവും വലിയ കലയുടെയും സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക പെരുമയും ഉണ്ടായിരുന്ന മഹത്തായ ഒരു സംസ്കാരത്തെ തവിടുപൊടിയാക്കി മാറ്റിക്കൊണ്ട് അവിടെ അവർ ഉയർത്തിക്കൊണ്ടുവന്നത് എന്താണ്? കുറേയേറെ ഒന്നുമില്ലായ്മ, ഒരു ശാശ്വതമായ അനാർക്കിസം രൂപപ്പെടുത്തി. ഇത് ലിബിയയിലായാലും ഇപ്പം നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇത് മാത്രമേ നടത്താൻ കഴിയുള്ളൂ. കാരണം ജനാധിപത്യം പുരോഗമനമെന്ന് പറഞ്ഞ് അവർ ജനാധിപത്യത്തിൻ്റെ ഒരു സമയത്ത് പറയും ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാന്ന് പറയും, അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കാനാന്ന് പറയും, അല്ലെങ്കിൽ അപരിഷ്കൃതത്വത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മേലുള്ള പാട്രിയാർക്കൽ കുടുംബ ബന്ധങ്ങളെയും പാട്രിയാർക്കിയെ ഇല്ലാതാക്കാനുമാണെന്നൊക്കെയുള്ള യുദ്ധങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നത് എന്താണ്? മിക്കവാറും ഒന്നിലെ അതിശക്തമായ ഒരു കൊളോണിയൽ വ്യവസ്ഥ, അല്ലെങ്കിൽ മിലിറ്ററിസ്റ്റ് സംഘങ്ങളുടെ തമ്മിലുള്ള പരസ്പര പോരടിക്കുന്ന മിലിറ്ററിസ്റ്റ് സംഘങ്ങൾ, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത മിലിറ്ററിസ്റ്റ് സംഘങ്ങൾ പ്രദേശങ്ങളെ കൈയടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വാർ നടത്തിക്കൊണ്ട് ആ രാജ്യം ഇന്നലെ വരെയും ഇനി വരാനുള്ള ഒരു സമൂഹത്തിനും അസാധ്യമാവുന്ന രീതിയിൽ ഒരു പ്രദേശമാക്കി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആധുനികമായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും എത്രമാത്രം ശക്തമായിട്ടാണ് ഇപ്പം പറയുന്നൊരു കാര്യം, കോൾഡ് വാർ അനന്തരം, ശീതയുദ്ധാനന്തരം ഒറ്റ യജമാനനാണ് ലോകത്തുള്ളത്. പണ്ട് 2 യജമാനന്മാരാണ് നിലനിന്നെങ്കിൽ റഷ്യയും അമേരിക്ക എന്നതാണെങ്കിൽ ഒറ്റ യജമാനായി മാറുമ്പോൾ പലപ്പോഴും ആയി മാറിയുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നിസ്സഹായരായി മാറുക ആണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ, അധിനിവേശ വിരുദ്ധ സമരത്തിൻ്റെ ഒരു ദീർഘ പശ്ചാത്തലം നമുക്കുണ്ട്, നമ്മുടെ പിന്നിലുണ്ട്. അത് എത്രമാത്രം ശക്തമായ വിയറ്റ്നാം നമുക്കറിയാം. വിയറ്റ്നാം ഒരു ചെറിയ രാജ്യമായിരുന്നു, കുഞ്ഞു രാജ്യമായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ആധുനിക കാലത്തെ എല്ലാ തരത്തിലുള്ള രാസായുധം വരെയും പരീക്ഷിക്കപ്പെട്ട ഒരു രാജ്യമാണ്. ചെറിയൊരു കാർഷിക സമൂഹമായിരുന്നു. പക്ഷെ അവിടെ എത്രയോ വർഷങ്ങൾ യുദ്ധം ചെയ്ത് അമേരിക്ക പോകേണ്ടി വന്നു. അതുപോലെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പോലെ ഹമാസ് എന്നൊറ്റ സംഘടനയുടെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്.
അതുപോലെ തന്നെ പല അഫ്ഗാനിസ്ഥാനു മേൽ നടത്തിയ യുദ്ധങ്ങൾ, ഇതെല്ലാം പലപ്പോഴും തോറ്റുപോവുകയോ അവിടുത്തെയുള്ള ജനതയുടെ ചെറുത്തുനിൽപ്പിനെ അവസാനിപ്പിക്കാനോ കഴിയാത്തതിന് കാരണം അതിശക്തമായൊരു ആൻറ്റി കൊളോണിയൽ വിരുദ്ധ മനോഭാവം നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇറാൻ ഇപ്പോൾ ശരിയാണ്, അല്ലെ വെനിൻസുല എന്ന് പറയുന്നതോടെ എനിക്ക് വിയോജിപ്പുള്ള മനുഷ്യനാണ്. കാരണം അവിടുത്തെ ഭരണാധികാരം എന്ന് പറയുന്ന ഒരുതരം ബ്യൂറോക്രാറ്റിക് ആയിട്ട് ചൂഷകാധിഷ്ഠിതമായ ഇതായിരിക്കാം. അതുപോലെ തന്നെ ഇറാൻ ഭരണകൂടത്തിൻ്റെ പലപ്പോഴും അതിൻ്റേതായ നിയന്ത്രണത്തോട് എനിക്ക് യോജിപ്പില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ ഈ പേര് പറഞ്ഞുകൊണ്ട് കൊളോണിയലിസം അല്ലെങ്കിൽ അധിനിവേശം മുന്നോട്ട് വെക്കുന്ന പുതിയ ഹിംസകൾ, പുതിയ തരത്തിലുള്ള തേർവാഴ്ചകൾ പൂർണ്ണമായിട്ടും വിജയിക്കാൻ കഴിയില്ലാത്ത രീതിയിൽ നമ്മളിൽ അന്തർഹിതമായി തന്നെ ഒരു പ്രതിരോധം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ തെളിയിക്കുന്നത്. അത് ചെറു രാജ്യങ്ങളായാലും അതാണ്. അഫ്ഗാനിസ്ഥാനിൽ എന്ത് പറഞ്ഞാലും ശരിയാണ്, ഒരു ഗവൺമെൻറ് നിലയിൽ വന്ന ഗവൺമെൻറ്റിനോട് യോജിപ്പില്ലെങ്കിൽ പോലും നിശ്ചിതമായ കാലഘട്ടങ്ങൾ വലിയ യുദ്ധം നടത്തിയിട്ടും പരാജയപ്പെടുത്താൻ കഴിയില്ല. പാലസ്തീനെ ഇന്നും പരാജയപ്പെടുത്തിയിട്ടില്ല. ഇറാനെ തൂത്ത് കളഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പാവ ഭരണകൂടത്തെ പോലും അവിടെ സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു പാവ ഭരണകൂടം. അതേപോലെ വെനിൻസുലയിൽ ഒരു പാവ ഭരണകൂടം ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമിച്ചെങ്കിലും ഇതുവരെയായിട്ടും രൂപപ്പെട്ടിട്ടില്ല. അതിനർത്ഥം എന്താണ്? ആൻറ്റി കൊളോണിയലിസം അല്ലെ അധിനിവേശ വിരുദ്ധത എന്ന് പറയുന്നത് അതിശക്തമായൊരു പുതിയൊരു ഇതായിട്ട് നമ്മളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളെയെല്ലാം ഈ പ്രത്യേക ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ നിലനിൽക്കുന്ന വലിയൊരു ശക്തമായ ഒരു പ്രേരണയാണ്. അതിന് പലപ്പോഴും രൂപാന്തരണങ്ങളുണ്ടാവാം. പലപ്പോഴും അവിടെയൊക്കെ അധികാരത്തിൽ വന്ന പലപ്പോഴും കൊളോണിയൽ വിരുദ്ധ സമരങ്ങളിലൂടെ വന്ന ഭരണകൂടങ്ങൾ ചിലപ്പം പലപ്പോഴും സ്വച്ഛാധിപത്യപരമായി മാറിയിട്ടുണ്ടെങ്കിലും ആൻറ്റി കൊളോണിയലിസം എന്ന് പറയുന്നത്, അധിനിവേശ വിരുദ്ധത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ചോദനയായിട്ട് തന്നെ നമ്മുടെ വിമോചനപരമായൊരു ബോധമണ്ഡലമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മളുടെ അകത്ത് നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് കേവലമായ യുദ്ധപ്രഖ്യാപനം കൊണ്ടോ മൃഗവൽക്കരണങ്ങൾ കൊണ്ടോ പിശാചുവൽക്കരണം കൊണ്ടോ ഇതിനെ തടയാൻ കഴിയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രത്യാശാപരമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രത്യാശ പറഞ്ഞ പോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ അകത്ത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത, നമ്മൾ അമേരിക്കയുടെ ഇപ്പം വെനിസുലയുടെ പ്രസിഡൻ്റെയും ഭാര്യയെയും കൊണ്ടുപോകുന്നതിന് ഒരാൾ പോലും തട്ടിക്കൊണ്ട് പോകുന്ന അമേരിക്കൻ പട്ടാളക്കാരിൽ ഒരാൾ പോലും കൊലയപ്പെടുകയോ ഒരു തരത്തിലുള്ള യുദ്ധവും നടന്നില്ല. ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു ആക്രമണത്തിലൂടെ ഒരു സഡൻ സ്ട്രൈക്കിലൂടെ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഭരണകൂടത്തിനകത്ത് ഒരു വലിയൊരു സംഗതി ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഇറാഖിനെതിരെ നടന്ന യുദ്ധത്തിൽ ദശലക്ഷക്കണക്കിന് ഇറാനിയന്മാർ മരിച്ചപ്പോൾ അവർക്ക് തൂലവും ചെറിയ നാശനഷ്ടം മാത്രമേ അമേരിക്ക വന്നുള്ളൂ. ആധുനിക വ്യോമാക്രമണത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞ് സാങ്കേതിക വിദ്യയുടെ അതിസങ്കീർണമായ ബലപ്രയോഗത്തിലൂടെ ജനതയെ ഭയങ്കരമായി നിശ്ചലമാക്കാൻ കഴിയും. ഇപ്പം പാലസ്തീൻ നടക്കുന്ന യുദ്ധങ്ങളിലൊക്കെ പലതരത്തിലുള്ള മുറകളാണ് പ്രയോഗിക്കുന്നത്. ആൾക്കാരുടെ കണ്ണ് കളയുക, പെല്ലറ്റുകൾ ഉപയോഗിച്ച് കണ്ണ് കളയുക, ഒരുപാട് പേര് അന്ധരാകുക. ഇപ്പം കംബോഡിയയിലൊക്കെ ഞാനൊക്കെ പണ്ട് കുറച്ച് നാൾ പോയപ്പം കംബോഡിയയിലൊരു വലിയ ജനവിഭാഗം അംഗവൈകല്യം വന്നവരാണ്, കാലോ കയ്യോ ഇല്ലാത്തവരാണ്. അല്ലെ യുദ്ധങ്ങളിൽ ഏറെക്കുറെ പകുതി ജനത അംഗവൈകല്യം സംഭവിച്ചവരാണ്, പരിമിതരായി മാറി. ഇങ്ങനെയൊക്കെയുള്ള പുതു യുദ്ധമുറകൾ പുലർത്തുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി കൊളോണിയലിസത്തിനെതിരെയുള്ള അധിനിവേശ വിരുദ്ധത നമ്മൾ വെറും സൈനികമായിട്ട് മാത്രം നടത്തേണ്ടതല്ല. അത് നമ്മുടേതായ ജനതയുടെ നിലനിൽപ്പായിട്ട് ബന്ധപ്പെട്ട അപകോളനീകരണം എന്ന് പറയുക, കോളനി വിരുദ്ധ മനോഭാവം ഫ്രാൻസ് ഫാനൊക്കെ പറഞ്ഞിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു അപകോളനീകരണത്തിലൂടെ ഒരു കൊളോണിയൽ വിരുദ്ധ നമ്മുടെ കൊളോണിയൽ ആത്മബോധത്തെ തന്നെ നമ്മൾ തുടച്ചു കളയുന്ന രീതിയിലുള്ള നിരന്തരമായൊരു സാംസ്കാരിക സമരവും കൂടിയാണ് ഈ സമരം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ പറഞ്ഞ പോലെ ചരിത്രത്തെ ഈ പലപ്പോഴും കൊളോണിയൽ വ്യവഹാരത്തിലോ ക്രിസ്ത്യൻ മിത്തോളജിയിലോ കുരിശുയുദ്ധങ്ങളിൽ രൂപപ്പെട്ട പോലുള്ള ഇമാജിനേഷനിലൊക്കെ തളച്ചിടുന്നതിന് പകരമായിട്ട്
നമ്മുടെയൊക്കെ സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തിത്വവും സൈദ്ധാന്തിക വ്യക്തിത്വവും നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന നമ്മുടെയൊക്കെ സമുദായങ്ങളുടെ തന്നെ വിശ്വാസങ്ങളും നമ്മുടെയൊക്കെ സമുദായങ്ങളുടെ തന്നെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുതിയ ഒരു സമരമുറയാണെന്നും അതിന് ആഴമേറിയ ബലം നമ്മുടെ അകത്ത് തന്നെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് യുദ്ധം എന്നൊറ്റ ഒരു വാർഫയറിലൂടെ മാത്രം തീർക്കാവുന്നതല്ല, നമ്മുടേതായ ആത്മവിമോചനവും കൂടിയാണ് നമ്മുടെ സമുദായങ്ങളുടെ ഒരു പരസ്പര ഐക്യവും കൂടെ കലർന്ന ഒരു മനോമണ്ഡലവും കൂടിയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.